Hi students, welcome to AskTech tutorial. Here is the classes for the text transaction, essential English language skills, prescribed by Calicut University for first semester BA BCom BSc program. Transactions, essential English language skills എന്നുള്ളൊരു ടെക്സ്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ ഉള്ള കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് ലാംഗ്വേജ് കൂടുതൽ അറിയുവാനും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കുവാനും വേണ്ടിയിട്ടാണ് അത്തരത്തിലാണ് ഈ ഒരു ടെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ പ്രൊനൗൺസിയേഷൻ, സെക്കൻഡ് വൊക്കാബുലറി, തേർഡ് ഗ്രാമർ ആൻഡ് ഫോർത്ത് സ്പീക്കിംഗ് സ്കിൽസ്. ഈ 4 മൊഡ്യൂൾസ് ആണ് മെയിനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ വരുന്നത്. May these 4 topics will be familiar to you. കാരണം നമ്മുടെ ക്ലാസ്സുകളിൽ പ്രൊനൗൺസിയേഷൻ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ വൊക്കാബുലറി ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് ചെറുതും വലുതുമായിട്ടുള്ള വൊക്കാബുലറീസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒത്തിരി വൊക്കാബുലറീസ് നമുക്കറിയാം. അതുപോലെ തന്നെ ഗ്രാമർ, ബേസിക് ഗ്രാമർ നമ്മൾ നമ്മുടെ ഒരു +2 ലെവൽ വരെയും പഠിച്ചു വരുന്നത് തന്നെയാണ്. ദെൻ സ്പീക്കിംഗ് സ്കിൽസ്, ഇതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോൺവെർസേഷൻസ്, റോൾ പ്ലേ ആയിട്ട് നിങ്ങളുടെ സ്കൂൾസിൽ ട്രെയിൻ ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലും നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമിൽ നമ്മളിത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരികയാണ്. പ്രൊനൗൺസിയേഷൻ എന്നുള്ള മൊഡ്യൂളിൽ ജസ്റ്റ് നമ്മൾ എങ്ങനെ ഒരു വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നു എന്നതിലുപരി കുറച്ചും കൂടി ഫോണറ്റിക്സുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഫോണറ്റിക്സ് എന്താണ്, അതിൻ്റെ സ്പീച്ച് സൗണ്ട്സ് എന്താണ് എന്നൊക്കെ നമുക്കതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഓരോ വേർഡ്സും നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സൗണ്ട്സ് ഏതൊക്കെയാണ്, സൗണ്ട്സിൻ്റെ സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ സിമ്പിൾസ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യും, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രൊനൗൺസിയേഷൻ എന്നുള്ളൊരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇൻ്റർഫിയറൻസ് അല്ലേ, L1 ഇൻ്റർഫിയറൻസ് എന്ന് പറയും. അതായത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് എപ്പോഴും നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ മലയാളം സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് അവരുടെ ആ ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് എത്തരത്തിലാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ വൊക്കാബുലറിയിൽ ഒരേപോലെ വരുന്ന വേർഡ്സ്, സിമിലർ മീനിങ്സ് ആയിട്ടുള്ള വേർഡ്സ്, സിനോണിംസ്, അതുപോലെ തന്നെ സ്ട്രെസ് എവിടെയാണ്, ഓരോ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ആ വേർഡ് സ്ട്രെസ് എവിടെയാണ് കൊടുക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ വൊക്കാബുലറി എന്നുള്ളൊരു പോർഷനിൽ പഠിക്കുന്നത്. ദെൻ ഗ്രാമറിൽ മെയിനായിട്ടും ടെൻസസ്, പ്രിപ്പോസിഷൻ, ആർട്ടിക്കിൾസ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഗ്രാമർ എന്ന പോർഷനിലും നോക്കുന്നത്. ദെൻ സ്പീക്കിംഗ് സ്കിൽസിലും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് നമ്മുടെ ഒരു കോൺവെർസേഷനിൽ കൊണ്ടുവരാം, ഓരോ സിറ്റുവേഷനും ആപ്റ്റ് ആയിട്ടുള്ള ഫ്രേസസ്, അതുപോലെ തന്നെ സെൻറ്റൻസ് ബിഗിനേഴ്സ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്പീക്കിംഗ് സ്കിൽ മൊഡ്യൂളിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയുമാണ് ട്രാൻസാക്ഷൻ എന്നൊരു ടെക്സ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഐ വാണ്ട് ടു ഷോ യു. To learn a language is to have one more window from which to look at the world. These lines are taken from
a Chinese proverb. It means by learning another language, we are acquiring or we are gaining another medium to know about the world or to see the world in another perspective. നമ്മൾ മറ്റൊരു ലാംഗ്വേജ്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലാതെ അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് അല്ലാതെ നമ്മൾ മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്തെ അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലേ ഒരു മാർഗം കൂടി സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയും കൂടി തുറന്നു കിട്ടുകയാണ്. കുറച്ചുകൂടി വിശാലമാവുകയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ. നമ്മുടെ അറിവ് കുറച്ചും കൂടി വൈഡൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു ലാംഗ്വേജ്, നമ്മുടെ മാതൃഭാഷ അല്ലാതെ മറ്റൊരു ഭാഷ പഠിക്കുമ്പോൾ കുറച്ചും കൂടി അറിവ് നമുക്ക് കിട്ടുവാനും അതുപോലെ തന്നെ ലോകത്തെയും കൂടുതൽ അറിയുവാനും നമ്മളെ അത് സഹായിക്കുന്നു. ഇനി നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഇംഗ്ലീഷ് ഭാഷയെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജായി കൺസിഡർ ചെയ്യുന്നത്? വൈ ഇംഗ്ലീഷ്? അതിനു മുമ്പ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ വാട്ട് ഇറ്റ് മീൻസ്? ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ്. English as second language means use or study of English by non-native speakers or English for speakers of other language. അപ്പോൾ ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ളവർ ഇംഗ്ലീഷ് പഠിക്കുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷ് മാതൃഭാഷ അല്ലാത്ത മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് ഭാഷ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇംഗ്ലീഷ് ആസ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓർ ഇംഗ്ലീഷ് ഫോർ സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജ്, മറ്റ് ഭാഷ സംസാരിക്കാനായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ നമുക്കതിനെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി when we learn English as our second language, what are the benefits? എന്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടും? Just look at here. It enhances your ability to communicate. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ തന്നെ അത് സഹായിക്കുന്നുണ്ട് അല്ലേ? കുറച്ച് കൂടുതൽ പേരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടി സ്മാർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു ലാംഗ്വേജ് നമ്മളെ സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ടു വൈഡൻ യുവർ നോളേജ്. നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയായിരിക്കും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സഹായിക്കുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിലൂടെ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ്, അതുപോലെ തന്നെ ഫിലിംസ്, അതുപോലെ ഡോക്യുമെൻ്ററീസ്, അതുപോലെ ഒത്തിരി കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ അറിവ് സമ്പാദിക്കാൻ പറ്റും. ഇറ്റ് ഓപ്പൺസ് അപ്പ് പ്രോമിസിങ് അക്കാദമിക് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഫ്യൂച്ചർ. നമുക്ക് ഒത്തിരി അക്കാദമിക്കും കരിയർ റിലേറ്റഡുമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അത് നമുക്ക് മുന്നിൽ വിശാലമായിട്ട് തുറന്നു തരുന്നു അല്ലേ? കാരണം മൾട്ടിനാഷണൽ കമ്പനീസിലായിക്കോട്ടെ എബ്രോഡ് ആയിക്കോട്ടെ നമുക്ക് നല്ലൊരു ജോലി സാധ്യത, അതുപോലെ തന്നെ ഉപരിപഠനത്തിനായിട്ടുള്ള സാധ്യതകളും അത് തുറന്നു തരുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് ഇൻക്രീസസ് യുവർ സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ മീൻസ് നമ്മൾക്ക് സൊസൈറ്റിയിലുള്ള ഒരു ഇടപെടൽ അല്ലേ? നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റു ലാംഗ്വേജ് സംസാരിക്കുന്നവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവർക്കും കൂടി അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് കോമൺ ആണിപ്പോൾ അല്ലേ? ഒത്തിരി കൺട്രീസ്, ഒത്തിരി സ്റ്റേറ്റ്സ് ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു സോഷ്യലൈസേഷനെ തന്നെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഓൾസോ ഹെൽപ്സ് യു ടു ഇൻക്രീസ് യുവർ ബിസിനസ് നെറ്റ്വർക്ക്സ്. നിങ്ങളുടെ ബിസിനസ് നെറ്റ്വർക്ക്സ് തന്നെ ഇൻക്രീസ് ചെയ്യാൻ അത് സഹായിക്കും. കാരണം കൂടുതൽ രാജ്യങ്ങളിലേക്ക്, കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ ഫീൽഡുകളിലേക്ക് നിങ്ങളുടെ ഒരു ബിസിനസ് എത്തിക്കാനായിട്ടും ഈ ഒരു ലാംഗ്വേജ് നമ്മളെ സഹായിക്കും. ഗീവ്സ് യു ആക്സസ് ടു എ വേൾഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്. പഠനവും അറിവും മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് നമ്മളെ സഹായിക്കുന്നുണ്ട്. It provides a linguistic tool for the administration cohesiveness of the country. നമ്മുടെ ഒരു രാജ്യം എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്ത് പല ഭാഷകൾ സംസാരിക്കുന്ന സ്റ്റേറ്റ്സ് ആണുള്ളത്, അല്ലേ? ഓരോ സ്റ്റേറ്റ്സിലും ഓരോ ഭാഷകളായിരിക്കും സംസാരിക്കുന്നത്. അവിടെ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാം നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതിന് ഈ ഒരു ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവർ തമ്മിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് ഡിസ്കസ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞെങ്കിലേ ബാക്കിയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ അത് സുഗമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയും ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഉപയോഗപ്രദമാകുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കുന്നതിലൂടെ നമുക്കറിയാം ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബെനിഫിറ്റ്സ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട്. സോ ദീസ് ആർ സം ബെനിഫിറ്റ്സ് ദാറ്റ് വി എൻജോയ് by learning English language. Thank you.